അങ്ങനെ കിൽ എന്നുമായിട്ടുള്ള സിനിമ കണ്ടിരിക്കുകയാണ്. ഇത് ഇറങ്ങിയിട്ട് ഒരുപാട് ദിവസങ്ങളായി. എനിക്ക് തോന്നുന്നു 5-ാം തീയതി ഇറങ്ങിയതാണ്. പക്ഷേ ഇപ്പോഴും ഈ സിനിമ കാണാത്ത ഒരുപാട് പേരുണ്ട്. ഞാൻ കണ്ടത് തന്നെ ഇന്നലെയാണ്. ഒരുപാട് പേര് ഈ സിനിമ കാണാത്തുണ്ട്. ഇതൊരു മൗത്ത് പബ്ലിസിറ്റി വെച്ച് ഹിറ്റായ ഒരു സിനിമയാണ്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഇതിൽ 3 പേരുടെ പേര് ഞാൻ തന്നെ പറയാം. നിഖിൽ നാഗേഷ് ഭട്ട് എന്ന് പറയുന്ന ഡയറക്ടർ, പിന്നെ ഇതിൽ ആക്ഷൻ ചെയ്തിട്ടുള്ള സിയോങ്ങോയും അതേപോലെ പർവേസ് ഷെയ്ഖും, പിന്നെ ഇതിൻ്റെ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി റാഫി മഹമ്മൂദ്, പിന്നെ ഇതിൽ ആക്ടേഴ്സ് ഉണ്ട്. അതായത് ലക്ഷ്യ, അമൃത് റാത്തോഡ് എന്ന് പറഞ്ഞുള്ള ക്യാരക്ടർ ചെയ്ത മെയിൻ ആക്ടർ ലക്ഷ്യ, പിന്നെ ആളുടെ കൂട്ടുകാരനായിട്ട് ചെയ്ത അഭിഷേക് ചൗഹാൻ, പിന്നെ തന്യ എന്ന് പറഞ്ഞിട്ടുള്ള തൂലിക സിംഗ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ വില്ലൻ രാഘവ് ജുയാൽ. എൻ്റെ പൊന്നെ, ഇതാണ് വില്ലൻ. വില്ലൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ വില്ലനിസം. ആളുടെ മുഖത്ത് ക്യൂട്ടായിട്ടുള്ള വില്ലൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സാധനം. പിന്നെ നമ്മൾ ആശിഷ് വിദ്യാർത്ഥി ഇതിൽ ആസലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇനി സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് മുമ്പ് ആയതിനെ പറയട്ടെ, സ്ട്രിക്ട്ലി ഇത് 18 അല്ല, ഒരു 20+, 21+ സിനിമയാണ്. അടി എന്നൊക്കെ പറഞ്ഞാൽ അടിയല്ല, കൊല വിളിക്കുക എന്ന് പറഞ്ഞ സാധനമാണ് ഈ സിനിമ. അതായത് ഫസ്റ്റ് ഹാഫിൽ ഇമോഷൻസിനെ നമ്മളെ മാക്സിമം യൂസ് ചെയ്തിട്ട്, എന്നാൽ ഇമോഷൻ സീൻസിന് വേണ്ടി സീനുകൾ ആഡ് ചെയ്യുന്നു, ഇമോഷണലി നമ്മളെ ബിൽഡ് ചെയ്യുന്നു, അവസാനം എല്ലാവരും തീർക്കുന്നു. ഇങ്ങനത്തെ സാധനമല്ല. മുണ്ടിയ പൊറോട്ട പറഞ്ഞാൽ മുണ്ടിയ വെട്ട് കുത്ത് കൊല. അതായത് ഒരു കത്തെടുത്ത് കുത്തേണ്ട ഒരു ചെറിയ സാധനത്തിന് പകരം അവരതിട്ടിട്ട് ഇവിടേക്കാട്ട് കുത്തിക്കഴിഞ്ഞാൽ ഇതിട്ടിട്ട് 4 ഇളക്കും, 4 തിരിക്കലും മറക്കലും. അതായത് കുടലുമാല പുറത്തെടുക്കുക എന്ന് പറഞ്ഞതിൻ്റെ പെർഫെക്റ്റ് സാധനം ആണ് ഈ സിനിമയിൽ കണ്ടത്. ഇതൊരു ബ്രൂട്ടൽ സിനിമയാണ്, ഹൈലി ബ്രൂട്ടൽ സിനിമയാണ്. ഇത് കണ്ടിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്മളുടെ കയ്യിലൊരു ടൂൾ ഇട്ടിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റുള്ള ഒരാളെ നമുക്കൊന്ന് വെറുതെ കുത്താൻ വരെ തോന്നും. ഇനി അല്ല, ഇത് കണ്ടിറങ്ങി നമ്മൾ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നത്തേക്ക് ഒരാളുമായിട്ട് എന്തെങ്കിലും ടോക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്, നമ്മൾ അയാളെ കൊന്നളയും. അങ്ങനെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സിനിമയാണ് ഇത്. സമൂഹത്തിന് നല്ലതാണോ നല്ലതല്ലേ എന്നുള്ളതൊക്കെ പറയുമെങ്കിലും ഇപ്പം നമ്മൾ എത്രയോ സിനിമകൾ അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആംഗിൾ എടുക്കാം. ഇതിപ്പോൾ സമൂഹത്തിൽ എടുക്കുമോ അങ്ങനെ ഉള്ള കാര്യത്തേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. എല്ലാ സിനിമകളും അങ്ങനെ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ആവുന്നില്ല, എന്നാൽ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് 21+ കാണേണ്ട ഒരു സിനിമയാണ്. അല്ലാത്തവരിത് കാണാൻ നിൽക്കരുത്. ഫാമിലി ആയിട്ട് ഈ സിനിമയ്ക്ക് ഒരിക്കലും പോരുത്. കാരണം ഇത് നമ്മുടെ അമ്മമാരെയോ അല്ലെങ്കിൽ അവരെ കാണിക്കാൻ പറ്റുന്നൊരു സിനിമയല്ല. സ്വാഭാവികമായിട്ടും ഞാൻ തിയേറ്ററിൽ ഇരുന്നപ്പോൾ ചുറ്റും കേട്ട ശബ്ദം അയ്യോ അമ്മേ എന്നുള്ള സാധനങ്ങളായിരുന്നു. കാരണം മുക്കിന് ഇടിയാണ്. ഫസ്റ്റ് ഹാഫ് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടവരൊക്കെ കൊലവിളിച്ചതിന് ശേഷം സെക്കൻഡ് ഹാഫിൽ നമ്മുടെ നായകൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. പിന്നെ ഒരു ടക്കേന്ന് പറഞ്ഞിട്ടാണ് പടം തീരുന്നത്. അതായത് കൊല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മതിയാവും. നമുക്ക് എന്തോന്നടി ഇത് നിർത്താത്തത് അങ്ങനെ തോന്നിപ്പോവും. എന്ന് വെച്ചാൽ നമുക്ക് സിനിമ മടുക്കല്ല, നമുക്ക് കൊല കണ്ട് മതിയാവും. അങ്ങനത്തെ ഒരു ഗംഭീര സിനിമയാണ് ഈ കിൽ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. ഇത് കാണാത്തവർ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണാം. ഇത് OTT റിലീസിനായി, ഇപ്പോൾ അടുത്താവും, അതിന് കാത്തുക്കണ്ട. നിങ്ങൾ നല്ലൊരു സിനിമ ലവറാണെങ്കിൽ, ഇങ്ങനത്തെ സിനിമ കാണുന്നവരാണെങ്കിൽ, ജോൺ വിക്ക് കണ്ടവരാണെങ്കിൽ ഡയറക്റ്റ് വിട്ടോ. കാരണം എനിക്ക് പേഴ്സണലി ജോൺ വിക്ക് 1 ഓക്കെ, 2 കുഴപ്പമില്ല, പക്ഷെ അതിന് ശേഷമുള്ളതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇത് അതിൻ്റെ വാപ്പയാണ് ഞാൻ പറയും. അമ്മാതിരി ആക്ഷൻസാണ്. ഇത് അവരുടെ പ്രൊഡ്യൂസേഴ്സ് ഇതിൻ്റെ റൈറ്റ്സ് എടുത്തിട്ടുണ്ട്, ജോൺ വിക്കിൻ്റെ പ്രൊഡ്യൂസേഴ്സ്. അതെന്തുകൊണ്ടാണ് ഞാനത് എടുത്തു എന്ന് പറഞ്ഞ ന്യൂസിന് ശേഷമാണ് ഞാൻ സിനിമ കാണാൻ പോയത്. കാരണം ഇത് കാണണ്ടെന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് എടുത്തു എന്നുള്ളത് ഈ സിനിമ കണ്ടപ്പോൾ മനസ്സിലായി. ഇതൊരു പക്ക ആക്ഷൻ ഞാൻ പറയില്ല, ബ്രൂട്ടൽ സിനിമയാണ്. മസ്റ്റ് വാച്ച് മച്ചന്മാരെ. ഇത് അതായത് കൊല കുന്ന് ഇടിച്ച് നമുക്ക് മുന്നിൽ ക്യാമറ ആണെങ്കിൽ ക്യാമറ ഇടിച്ചിട്ട് തോന്നും. അതൊരു സാധനം. അപ്പോൾ ഈ സിനിമ കാണുക, കണ്ടൊരു അഭിപ്രായം പറയുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത്. ഇറ്റ്സ് എ ബ്രൂട്ടൽ സിനിമ. ആൻഡ് താങ്ക് യു, ബൈ. അപ്പോൾ നിങ്ങൾ ബ്രൂട്ടലായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.